ഹെയർ ഗ്രോത്തിന്റെ 4 ഘട്ടമാണ് ആനജൻ, കാറ്റോജൻ, ടെലോജൻ ആൻഡ് എക്സോജൻ എന്നീ 4 ഘട്ടത്തിലൂടെയാണ് നമ്മുടെ മുടിയുടെ വളർച്ചാഘട്ടം ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടമായ അനാജൻ ഫേസിനെ കുറിച്ച് നോക്കാം. ഇതാണ് ഈ ആനജൻ ഫേസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മുടിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്. പ്രധാനമായും ഈ ഘട്ടം 2 മുതൽ 6 വർഷം വരെ നീണ്ടു നിൽക്കാറുണ്ട്. മുടിയുടെ ഒരു വളർച്ചാ ഘട്ടമാണിത്. അതായത് മുടി വേഗത്തിൽ വളരുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു അനാജൻ ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ തലമുടിയിലുള്ള ഒരു 80-85% മുടികളും ഈ ഒരു ഘട്ടത്തിലാണ് ഉണ്ടാവാറുള്ളത്. നമുക്കറിയാം നമ്മുടെ മുടിയിഴ, അതായത് നമ്മുടെ ഓരോ മുടിയും ഓരോ ദിവസം 0.3 മുതൽ 0.5 മില്ലിമീറ്റർ വരെയാണ് വളരുന്നത്. അതായത് ഒരു പ്രതിമാസം എന്ന് പറയുമ്പോൾ നമുക്കൊരു 1.5 സെന്റിമീറ്റർ ഒക്കെ വളരാം. രണ്ടാമത്തെ ഘട്ടമാണ് കാറ്റജൻ ഫേസ്. അതായത് ഈ സമയത്ത് ഇതൊരു ഇടക്കാല ഘട്ടം വേണമെങ്കിൽ പറയാം. ഈ സമയത്ത് നമ്മുടെ മുടി ആനജൻ ഫേസ് കഴിഞ്ഞ്, അതായത് വളർച്ചാഘട്ടം കഴിഞ്ഞ് ഒരു വിശ്രമത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് എടുക്കുന്ന ഒരു സമയമാണ് ഈ കാറ്റജൻ ഫേസ് കാലയളവ്. ഇത് ഒരു 2 മുതൽ 3 ആഴ്ച മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. അതായത് ഈ കാറ്റജൻ ഫേസിൽ നമ്മുടെ മുടിയിഴകൾ വളർച്ച നിർത്തുന്ന ഒരു സമയമാണ്. വളർച്ച ഒരു സ്റ്റോപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ഷ്രിങ്ക് ആവും, അതായത് ചുരുങ്ങും. ഈ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ചുരുങ്ങിയിട്ട് ഉള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ കാറ്റജൻ ഫേസിൽ പൊതുവെ നമ്മുടെ മുടിയിൽ 1 മുതൽ 2% മുടി മാത്രമേ ഈ ഫേസിൽ ഉണ്ടാവാറുള്ളൂ. അതായത് ബാക്കിയെല്ലാം ചിലപ്പോൾ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലായിരിക്കും. പക്ഷെ നമ്മുടെ മൊത്തത്തിലുള്ള മുടിയിൽ 1 മുതൽ 2% മുടി മാത്രമായിരിക്കും ഈ ഒരു ഫേസിൽ ഉണ്ടാവുക. അതായത് ഈ ഒരു വിശ്രമഘട്ടത്തിലേക്ക് പോകാനുള്ള, അതായത് ഈ കാറ്റജൻ ഫേസിൽ ഉണ്ടാവാറുള്ളൂ. അടുത്തൊരു ഘട്ടമാണ് ടെലോജൻ ഫേസ്. ഈ ടെലോജൻ ഫേസ് എന്ന് പറയുന്നത് ഒരു വിശ്രമഘട്ടമാണ്. അതായത് മുടിയുടെ വളർച്ചയെല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമഘട്ടത്തിലുള്ള ഒരു മുടിയിഴകളെയാണ് നമ്മൾ ടെലോജൻ ഫേസ് എന്ന് പറയുന്നത്. ഈ ഘട്ടം ഏകദേശം ഒരു 3-4 മാസത്തോളം നീണ്ടു നിൽക്കും. ഈ ടെലോജൻ ഫേസിലാണ് നമ്മുടെ മുടി പൊഴിഞ്ഞു പോകാനുള്ള ഒരു പ്രോസസ്സിലോട്ട് കടക്കുകയും അതേസമയം ഈ മുടി കൊഴിയാൻ ഉദ്ദേശിക്കുന്ന ഫോളിക്കിളിൽ നിന്ന് അകത്ത് നിന്ന് പുതിയ മുടി വളരാൻ തുടങ്ങുകയും ചെയ്യും. പുതിയൊരു മുടിയിഴകൾ വളരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു ടെലോജൻ ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് 4ാമത്തെ ഒരു ഘട്ടമാണ്. ഈ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എക്സോജൻ ഫേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടെലോജൻ ഫേസിൽ മുടി പൊഴിഞ്ഞു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ ഫോളിക്കിളിനകത്ത് നിന്ന് പുതിയ മുടി വളരാൻ തുടങ്ങുന്നു. അങ്ങനെ വളരാൻ തുടങ്ങുന്ന സമയത്ത് പതുക്കെ പതുക്കെ അകത്ത് നിന്ന് പുതിയ മുടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പുറത്തുള്ള പഴയ മുടി എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോകും. അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്